മോർ ഔട്ട് ദാൻ ഇൻ. ലിവർപൂളിൽ തുടരുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വങ്ങൾ തുടരുന്ന കാലത്ത് കഴിഞ്ഞ നവംബറിൽ മുഹമ്മദ് സലാഹ് പറഞ്ഞു വെച്ചത് ഇങ്ങനെയായിരുന്നു. ആൻഫീൽഡിൽ തന്റെ കളിക്കാരങ്ങൾ അവസാനിക്കാൻ ഒരുങ്ങുന്നു എന്ന വലിയ സൂചനയാണ് അയാൾ അന്ന് ലിവർപൂൾ ആരാധകർക്ക് നൽകിയത്. ക്ലബിൽ തുടരാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടും മാനേജ്മെന്റ് പാലിക്കുന്ന മൗനത്തിൽ സലാഹ് അസ്വസ്ഥനായിരുന്നു. അതയാൾ പലവരു പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. വർഷം അവസാനിക്കാൻ ഒരുങ്ങുന്നു. ക്ലബിൽ നിന്ന് ഇതുവരെ ഒരു ഓഫറും എന്നെ തേടിക്കെത്തിയില്ല. അതുകൊണ്ട് ആൻഫീൽഡിൽ ഇതെന്റെ അവസാന സീസണാകും. ഇങ്ങനെ പോലും ഒരിക്കൽ സലാഹ് പറയുകയുണ്ടായി. ലിവർപൂളിൽ 4 കോടി രൂപയാണ് സലാഹിന്റെ പ്രതിവാര വരുമാനം. പെർഫോമൻസ് റിലേറ്റഡ് ബോണസ് അടക്കം 6 കോടിയോളം വരുമത്. സീനിയറായ ഒരു താരത്തെ നിലവിൽ നൽകുന്ന പ്രതിഫല തുകയിൽ ഏറെക്കാലം നിലനിർത്തുന്നത് എങ്ങനെയാണെന്ന ആലോചനയാണ് ലിവർപൂളിന്റെ തീരുമാനം വൈകിപ്പിച്ചത്. സൈൻ ഓൺ വിത്ത് എ പെൻ ഇൻ ദെയർ ഹാൻഡ് ആൻഡ് ദേ വിൽ നെവർ വാക്ക് അലോൺ. സലാഹ്, വിർജിൽ വാൻ ഡക്ക്, ട്രെന്റ് അലക്സാണ്ടർ ആർണോൾഡ്. നിരവധി സീസണുകളിൽ ക്ലബിന്റെ നെടുംതൂണുകളായ ഈ മൂവർ സംഘത്തെ വിട്ടുകളയരുത് എന്ന് ആരാധകർ ആൻഫീൽഡ് ഗാലറിയിൽ ഇരുന്ന് പാടി. അതിനിടെ ട്രെന്റ് മാഡ്രിഡിലേക്ക് വിമാനം കയറാൻ തീരുമാനിച്ചു. ആരാധകരെ ഇത് വല്ലാതെ ചൊടിപ്പിച്ചു. ട്രെന്റ് ദ ട്രൈറ്റർ. സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗുകൾ ഒഴുകിപ്പരന്നു. അതിനിടെയാണ് ആരാധകരെ തേടി ആ സന്തോഷ വാർത്ത എത്തുന്നത്. സലാഹും വാൻഡക്കും എങ്ങും പോകുന്നില്ല. 2 വർഷം കൂടി ആൻഫീൽഡിന്റെ തിരുമുറ്റത്തുണ്ടാകും. കഴിഞ്ഞ ദിവസമാണ് ലിവർപൂൾ ഇരുവരുടെയും കരാർ പുതുക്കാൻ തീരുമാനിച്ചത്. സൗദിയിൽ നിന്നടക്കം വമ്പൻ ഓഫറുകൾ ഉണ്ടായിരിക്കെ അതിനൊന്നും യെസ് മുളാതിരുന്ന സലാഹ് ലിവർപൂൾ മാനേജ്മെന്റിന്റെ തീരുമാനത്തിനായി ഇക്കാലം അത്രയും കാത്തിരിക്കുകയായിരുന്നു. ജൂണിൽ സലാഹിന് 33 വയസ്സ് തികയും. അതായത് 35 വയസ്സ് വരെ സലാഹ് ചെങ്കുപ്പായമണിഞ്ഞ് ഇംഗ്ലീഷ് മണ്ണിൽ ഉണ്ടാകുമെന്ന് സാരം. ഒരു പതിറ്റാണ്ട് കാലം ആൻഫീൽഡിൽ പൂർത്തിയാക്കിയാൽ അത് ഇതിഹാസ തുല്യമായൊരു നേട്ടമാണ്. ലിവർപൂളിനൊപ്പം ലോകം ജയിച്ചവരാണ് സലാഹ്. യുവേഫ ചാമ്പ്യൻസ് ലീഗ്, പ്രീമിയർ ലീഗ്, FA കപ്പ്, 2 EFL ട്രോഫികൾ, യുവേഫ സൂപ്പർ കപ്പ്, ക്ലബ് വേൾഡ് കപ്പ്, അങ്ങനെ. ഈ കിരീടങ്ങളിലേക്കുള്ള ലിവർപൂളിന്റെ ജൈത്രയാത്രകളിലൊക്കെ ടീമിൽ അയാൾ തന്റെ റോൾ ഭംഗിയായി നിർവഹിച്ചു. ക്ലബിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾവേട്ടക്കാരുടെ പട്ടികയിൽ 3ാമതായി അയാളുടെ പേരുണ്ട്. ഇയാൻ റഷനും റോജർ ഹണ്ടിനും ശേഷം ആൻഫീൽഡ് ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ ഗോൾ മെഷീൻ അയാളാണ്. 8 സീസൺ അയാൾ ആൻഫീൽഡ് ഗാലറികളുടെ ആരവങ്ങളെ തന്റെ സഞ്ചാരഗതിക്കൊപ്പം നിയന്ത്രിച്ചു പോന്നു. മോ സലാഹ്, റണ്ണിംഗ് ഡൗൺ ദ വിങ്, ദ ഈജിപ്ഷ്യൻ കിങ്. ഗാലറി ഉച്ചത്തിൽ പാടി. 394 മത്സരങ്ങൾ, 243 ഗോളുകൾ, 109 അസിസ്റ്റുകൾ, ഓരോ 91 മിനിറ്റിലും ഗോൾ ഇൻവോൾവ്മെന്റ്. സ്വപ്നതുല്യമാണ് ഈ നേട്ടങ്ങൾ. 2017 സലാഹിനെ ആൻഫീൽഡിലേക്ക് കൊണ്ടുവരുമ്പോൾ മുഖം ചൊളിച്ചവർ ഏറെയായിരുന്നു. കാരണം ഇംഗ്ലീഷ് മണ്ണിൽ അയാളുടെ ഭൂതകാലങ്ങൾ അത്രക്ക് ഓർക്കാൻ കൊള്ളാവുന്നതൊന്നുമായിരുന്നില്ല. ചെൽസിയുടെ നീലക്കുപ്പായത്തിൽ 27 മത്സരങ്ങളിൽ 4 ഗോളായിരുന്നു 2014 സലാഹിന്റെ സമ്പാദ്യം. പിന്നെ ഇറ്റലിയിലേക്കുള്ള ചുവടുമാറ്റം, അത് അയാളുടെ തലവര മാറ്റം കൂടിയായിരുന്നു. റോമയിൽ നിറഞ്ഞു കളിച്ചുകൊണ്ടിരിക്കെ ലിവർപൂൾ സലാഹിനെ ഇംഗ്ലീഷ് മണ്ണിലേക്ക് തിരികെ വിളിച്ചു. ആൻഫീൽഡിൽ കാലുകുത്തി ആദ്യ സീസണിൽ തന്നെ 52 മത്സരങ്ങളിൽ നിന്ന് 44 ഗോളുകൾ. പിന്നെ ഒരിക്കൽ പോലും അയാൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പ്രീമിയർ ലീഗിൽ ഇതിനോടകം 182 തവണ സലാഹ് വലകുലുക്കി. ലീഗിലെ എക്കാലത്തെയും മികച്ച ഗോൾവേട്ടക്കാരുടെ പട്ടികയിൽ 5ാമൻ. പ്രീമിയർ ലീഗിൽ 3 ഗോൾഡൻ ബൂട്ടുകളാണ് സലാഹിന്റെ പേരിലുള്ളത്. ഇക്കുറി അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അത് 4ആയി ഉയരും. ഈ സീസണിൽ 27 ഗോളുകളുമായി ഗോൾഡൻ ബൂട്ട് റേസിൽ ബഹുദൂരം മുന്നിലാണ് അയാൾ. ലിവർപൂൾ ജേഴ്സിയിൽ പരിക്ക് കാലങ്ങളോട് സലാഹിന് അധികം പടവെട്ടേണ്ടി വന്നിട്ടില്ല എന്നതാണ് അയാളുടെ കരിയറിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്ന്. ലിവർപൂളിനൊപ്പം കഴിഞ്ഞ 8 വർഷക്കാലത്ത് ഓരോ സീസണിലും 44 മത്സരങ്ങളോ അതിലധികമോ സലാഹ് കളിച്ചിട്ടുണ്ട്. ആദ്യ 7 സീസണുകളിൽ 5ലും 50ലേറെ അപ്പിയറൻസ്. ഏറ്റവും കുറവ് ഗോളുകൾ സ്കോർ ചെയ്തത് 2019-20 സീസണിലാണ്. അക്കാലത്തും 23 തവണ അയാൾ വലകൊടുക്കിയിട്ടുണ്ട്. 5 സീസണുകളിൽ 30ഓ അതിലധികമോ ഗോളുകൾ. മുന്നേറ്റങ്ങളിൽ സലാഹ് ഒരു ഡ്യുവൽ ത്രെട്ടാണെന്ന് ഇംഗ്ലീഷ് മണ്ണിലെ പരിശീലകരിൽ പലരും സമ്മതിക്കുന്ന കാര്യമാണ്. ഫിനിഷറായ സലാഹിനെ ഭയക്കുന്നത് പോലെ തന്നെ സലാഹ് എന്ന ജീനിയസ് ക്രിയേറ്ററെയും എതിരാളികൾ ഒരുപോലെ ഭയന്നു. ഈ സീസണിൽ മാത്രം നോക്കൂ, ലീഗിൽ 17 അസിസ്റ്റുകളുമായി ഗോളിന് വഴിയൊരുക്കിയവരുടെ പട്ടികയിലും സലാഹ് 1ാമനാണ്. 2ാം സ്ഥാനത്തുള്ള ഫുൾഹാമിന്റെ ആന്റണി റോബിൻസന്റെ പേരിൽ 10 അസിസ്റ്റുകളാണ് ഉള്ളതെന്നോർക്കണം. ഒരു 32 വയസ്സുകാരനെ 2 വർഷത്തേക്ക് കൂടി കരാർ നീട്ടി നൽകി ലിവർപൂൾ കൂടെ കൂട്ടാൻ തീരുമാനിച്ചതിന് പിന്നിലെ കാരണങ്ങൾ അന്വേഷിച്ച് ഇനി എങ്ങോട്ടും പോവേണ്ടതില്ലല്ലോ.